പെൺസുഹൃത്തിനോട് സംസാരിച്ചതിന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കാപ്പ കേസ് പ്രതി. മർദ്ദിച്ചതിനു ശേഷം ശ്രീരാജ് ദൃശ്യങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു. പെൺസുഹൃത്തിന് താക്കീത് നൽകാനാണ് ഈ മർദ്ദന ദൃശ്യം സ്റ്റാറ്റസ് ആക്കിയതെന്നാണ് പ്രതി പറയുന്നത്. യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സഹിൻ ആന്റണിയുടെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കിപ്പം സഹിൻ, ഇത് എന്താണ് സംഭവം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സേതു. അതായത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ നമ്മുടെ എറണാകുളം മുളവുകാട് പോലീസ് ഒരു കാപ്പ കേസ് പ്രതിയെ പിടികൂടിയത്. ശ്രീരാജ് എന്നായിരുന്നു ഇയാളുടെ പേര്. ഇയാൾ കഴിഞ്ഞ ഏതാനും നാളുകളായി എറണാകുളം നഗരത്തിൽ ആകമാനം കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. മാത്രമല്ല ഇയാൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷം താന്തോന്ന് തുരുത്തിലെ ഈ ഒറ്റപ്പെട്ട കാടുകളിൽ പോയി ഒളിക്കുകയും പതിവായിരുന്നു. അവിടെ കണ്ടൽ കാടുകളും ഒപ്പം തന്നെ ചെളി നിറഞ്ഞ പ്രദേശവുമാണ്. അതുകൊണ്ട് ഇയാളെ പിടികൂടുക അസാധ്യമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളെ മുളവുകാട് പോലീസ് ഓടിച്ചിട്ട് ആ ചെളിയിലൂടെ ഇറങ്ങി പിടികൂടി. ഇതിനുശേഷമാണ് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ക്രൂരമായ മർദ്ദന ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇയാളുടെ പെൺസുഹൃത്ത്, കഴിഞ്ഞ ഏതാനും നാളുകളായി ഇയാളോടൊപ്പം താമസിച്ചു വരുന്ന പെൺസുഹൃത്തിനോട് മറ്റൊരു യുവാവ് സംസാരിച്ചു. അതാണ് ഇയാളെ പ്രകോപിതനാക്കിയത്. എന്തായാലും ആ യുവാവിന് ഇയാൾ തട്ടിക്കൊണ്ടുവരികയും ഒരു മുറിയിലെത്തിച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന, അതായത് ആ രീതിയിൽ മർദ്ദിക്കുകയാണ് ഇയാൾ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കയ്യിൽ കത്തിയും ഇരുമ്പൂടിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആ യുവാവിനെ മർദ്ദിക്കുന്നത്. ക്രൂരമർദ്ദനമാണ്, നടക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും അതിനുശേഷം ഇയാൾ ഇത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് ഇയാൾ പറയുന്നത് തൻ്റെ പെൺസുഹൃത്തിനൊരു താക്കീത് കൊടുത്തതാണ്. താൻ ഒഴികെ മറ്റാര് അവളോട് സംസാരിച്ചാലും താൻ ആക്രമിക്കും, ആ രീതിയിലുള്ളൊരു താക്കീത് പെൺസുഹൃത്തിന് കൊടുത്തതാണ് എന്നാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത്. പോലീസ് ഇതിൽ കൂടി കേസെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും. മാത്രമല്ല ഈ യുവാവ് ആ പെൺസുഹൃത്തിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചു എന്നുള്ളതാണ് യുവാവിൻ്റെ മറുപടി. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഇയാൾ സ്ത്രീകളോടെല്ലാം വളരെ മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന, ഒറ്റപ്പെട്ട സ്ത്രീകൾ നടന്നു പോകുമ്പോൾ അവരെ കടന്നു പിടിക്കുന്ന, അവർക്കെതിരെ ക്രൂരമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ അമർച്ച ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത്. മാത്രമല്ല ജില്ലയിലേക്ക് ഇയാൾക്ക് പ്രവേശനമില്ലായിരുന്നു. ഈ ഘട്ടം എല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇയാൾ ജില്ലയിൽ കടന്ന് സ്ത്രീകളോട് മോശമായി പെരുമാറുകയും ആളുകളെ ഉപദ്രവിക്കുകയും പണം തട്ടുകയും എല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ ആ നടക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഒരു യുവാവിനെ ക്രൂരമായി ഇരുമ്പൂടിയും കത്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തി അകത്തിട്ടതാണ്. പക്ഷേ ഇയാൾ വീണ്ടും കാപ്പ ഒട്ടിച്ച് പുറത്തിറങ്ങുകയും പിന്നെയും ഇത്തരത്തിലുള്ള ക്രൂര നടപടികൾ തുടരുകയും എല്ലാം ചെയ്തിരുന്നു. പോലീസിന്റെ പിടിയിലാകുമ്പോൾ പലപ്പോഴും പോലീസുകാരെ ആക്രമിച്ചൊക്കെ രക്ഷപ്പെടുന്നത് ഈ പ്രതിയുടെ പതിവ് രീതിയാണ്. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താന്തോന്നി തുരുത്തിലെ ഒറ്റപ്പെട്ട കണ്ടൽക്കാടുകളിലും. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് ലഭ്യമായത്. ദൃശ്യങ്ങളിലേക്ക് ഇനി 5 പേരിലേക്ക് ഞാൻ എടുക്കും. പറയും കുത്തൂല, കൈപറ്റി ആലോചിച്ചു ജീവിച്ചു പോണെങ്കിൽ സത്യം പറഞ്ഞു അതിൻ്റെ ചെവി ഇങ്ങനെ മുറിക്കാനെടുക്കും ഞാൻ. പ്രശ്നമില്ല പണിയെടുക്കുന്നോട്ടോ കൈ കിട്ടോ ഇത് നമുക്ക് അത്യാവശ്യം മനസാക്ഷിയുള്ള ഒരു മനുഷ്യനെ കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും അതിക്രൂരമായ ദൃശ്യങ്ങളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത്. ഒരാളെ ഇങ്ങനെയൊക്കെ ഇയാള് ക്രൂരനല്ല, ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ.
അത് തന്നെയാണ് സേതു. അതായത് ഇയാൾ ഈ സ്ത്രീകളോടൊക്കെ വളരെ മോശമായി പെരുമാറിക്കൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ അവരെ കടന്നു പിടിക്കുകയും അവരെ ആക്രമിക്കാൻ ചെല്ലുകയും എല്ലാം ചെയ്യുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ ദിവസം മുളവുകാട് പോലീസിൻ്റെ കയ്യിൽ ഇയാളെ കിട്ടിയിരുന്നു. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ അയാൾക്ക് വേണ്ട സൽക്കാരം ഒരുക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പ്രതി വലിയ ക്രൂരനായിരുന്നു. വലിയ ക്രൂരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ലാത്ത തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന രീതിയിൽ ക്രൂരതകൾ ചെയ്ത് അത് വാട്സപ്പാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാൾക്കെതിരെ നടപടി പോലീസ് കർശനമാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. പെൺസുഹൃത്തിന് താക്കീത് കൊടുക്കുകയാണ്. തൻ്റെ പെൺസുഹൃത്തിനോട് ആര് സംസാരിച്ചാലും അവർക്ക് ഇതായിരിക്കും ശിക്ഷ എന്നുള്ളൊരു താക്കീത്. അത് മറ്റാരെയും കാണിക്കാനല്ല, പെൺസുഹൃത്തിനെ അറിയിക്കാൻ. സേതു ഇതേപോലെയുള്ള സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സൈക്കോകളെയൊക്കെ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ ഒരു അവസ്ഥയും കൂടിയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. സത്യം സഹിന, അത് തന്നെയാണ്. അയ്യോ, ഒരു രക്ഷയില്ല. എമാതിരി സൈക്കോ എന്നൊക്കെ പറഞ്ഞാല് ശരി സഹിൻ.